വീക്കെൻഡ് ആവാറായി. അപ്പോൾ എന്ത് ചെയ്യണം? യാത്ര. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടുകൂടി ആലുവയിലേക്ക് മെട്രോ സ്റ്റേഷൻ. കൂട്ടുകാരി സ്മിതയ്ക്കൊപ്പം വൈറ്റില ഹബ്ബിൽ നിന്ന് ഫുഡും തട്ടി നേരെ പാലക്കാട് നിന്നുള്ള മിന്നൽ ബസ്സിലേക്ക് കന്യാകുമാരിയിലേക്ക്. ദാ വരുന്നു സൂത്രധാരക മഞ്ജു. പുലർച്ചെ 6:15 കന്യാകുമാരി തീരത്തെത്തി. കന്യാകുമാരിയിലേക്ക് എൻ്റെ 3ാമത്തെ യാത്രയാണിത്. സൂര്യോദയം കണ്ട ശേഷം മുറിയിലേക്ക്. അമ്പലത്തിന് തൊട്ടരികെയുള്ള ശ്രീമനിയ ഹോട്ടലിലാണ് റൂമെടുത്തത്. വേഗം ഫ്രഷപ്പായി അമ്പലത്തിലേക്കുള്ള യാത്ര തിരിച്ചു. അമ്പലത്തിൽ പോയി തൊഴുത് കാഴ്ചകളൊക്കെ കണ്ട ശേഷം നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാനായി തൊട്ടടുത്തുള്ള ഹോട്ടലിലേക്ക്. ഭക്ഷണവും കഴിച്ച് ബോട്ടിങ്ങിലേക്ക്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റത്തെ മുനമ്പായ കന്യാകുമാരിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വിവേകാനന്ദ പാറയും തിരുവള്ളുവർ പ്രതിമയും കാണുവാനാണ് നമ്മളിനി പോകുന്നത്. ബോട്ടിൽ കയറി സഞ്ചാരം തുടർന്നു. ഞങ്ങളിവിടെ എത്തുമ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് പണിയുകയായിരുന്നു. ടിക്കറ്റ് എടുത്ത് സ്വാമി വിവേകാനന്ദൻ ധ്യാനിച്ച ഇടത്തിലേക്ക് ഞങ്ങൾ യാത്ര തുടർന്നു. കുറച്ചധികം സമയം അവിടെ ചെലവഴിച്ച് റൂമിലെത്തി വിശ്രമിച്ച് നേരെ സായാഹ്ന കാഴ്ചകളിലേക്ക്. ത്രിവേണി സംഗമവും അസ്തമയവും കണ്ട് ആ മണ്ണിൻ്റെയും മിന്നിൻ്റെയും മനോഹാരിത ഞങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി. മനോഹര യാത്രയുടെ ഓർമ്മയ്ക്കായി കുറച്ചധികം സാധനങ്ങളും വാങ്ങി ഭക്ഷണവും കഴിച്ച് മുന്നോടി ചുറ്റിക്കറങ്ങി നേരെ റൂമിലേക്ക്. ഞായറാഴ്ച പുലർച്ചെയുള്ള ഉദയവും കണ്ട് ഭക്ഷണവും കഴിച്ച് നേരെ ശുചീന്ദ്രത്തിലേക്ക്. അങ്ങനെ ഞാൻ ആദ്യമായി കന്യാകുമാരിയിലെ ഉദയവും അസ്തമയവും കണ്ടു. റൂം വെക്കേറ്റ് ചെയ്ത് ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ ശുചീന്ദ്രത്തേക്കുള്ള യാത്ര തുടങ്ങി.
ചോദിച്ചാണ് യാത്ര. ഈ യാത്രയിൽ ഞങ്ങളെ സഹായിക്കാൻ ഒട്ടനവധി കൈകളുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ സ്ത്രീകൾക്ക് സർക്കാർ ബസ്സിൽ സൗജന്യ യാത്രയാണെന്ന് മനസ്സിലായത് അവിടുത്തെ സ്ത്രീകളുമായി സംസാരിച്ചപ്പോഴാണ്. അവർ കാരണം കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വന്നുവെങ്കിലും ഞങ്ങളത് നൽകാതെ സൗജന്യമായി 2 ബസ് യാത്ര ചെയ്യാനായി. അങ്ങനെ ശുചീന്ദ്രം സ്റ്റോപ്പിലിറങ്ങി ഞങ്ങൾ അമ്പലത്തിലേക്കുള്ള പ്രയാണം തുടർന്നു. വലിയൊരു ആഗ്രഹം സാക്ഷാത്കരിച്ച നിമിഷമായിരുന്നു ഇത്. ബാഗുകളെല്ലാം ക്ലോക്ക് റൂമിൽ വെച്ച ശേഷം ദർശനത്തിനായി ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു. ദർശനശേഷം ഞങ്ങൾ പത്മനാഭപുരം പാലസിലേക്ക് യാത്ര തിരിച്ചു. വൈകുന്നേരം പത്മനാഭസ്വാമിനെ തൊഴുവാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു. റോഡ് പണിയും ബ്ലോക്കും കാരണം സമയം വൈകുവാതിരിക്കുവാനായി ഞങ്ങൾ വേഗം പാലസിലെ കാഴ്ചകൾ കണ്ടു തീർത്തു. തിങ്കളാഴ്ച ദിവസമാണ് ഇവിടെ അവധി. കാഴ്ചകളും കണ്ട് തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെ കാര്യം പറയാതിരിക്കുവാൻ വയ്യ. ഫ്രഷപ്പ് ആവാൻ വേണ്ടി കഴുത്തറുപ്പൻ കാശാണ് അവിടെ വാങ്ങിയത്. ഫ്രഷപ്പായി നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക്. വലിയ മോഹമായിരുന്നു ഡബിൾ ഡക്കർ സഫാരി. അത് സാധ്യമായത് ഈ യാത്രയിലാണ്. KSRTCയുടെ വൈകുന്നേരമുള്ള ഡബിൾ ഡക്കർ സഫാരിയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. അതാകുമ്പോൾ അത്യാവശ്യം വെളിച്ചമുള്ള കാഴ്ചകളും രാത്രി കാഴ്ചകളും നമുക്ക് ആസ്വദിക്കാം. മുകൾ വശത്തിരിക്കാൻ 200 രൂപയാണ് ഒരാൾക്ക് വരുന്ന ചാർജ്. താഴെ 100 രൂപയും. ഈ യാത്ര ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഈ യാത്രയിൽ ഉടനീളം തിരുവനന്തപുരം നഗരത്തെക്കുറിച്ചുള്ള ചെറുവിവരണങ്ങൾ നമുക്ക് നൽകുന്നതാണ്. പഴവങ്ങാടി ഗണപതി ക്ഷേത്രമാണ് ഇപ്പോൾ ഇടത് ഭാഗത്തായി കാണുന്നത്. ബസ്സിൽ ചോദ്യോത്തരവും പാട്ടും ഡാൻസുമൊക്കെയായി കുറച്ചു നേരം ഞങ്ങൾ സന്തോഷത്തോടെ ചെലവഴിച്ചു. തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെത്തിയിരുന്ന നോൺ വെജ് കഴിക്കുന്ന അതിഥികളെ സൽക്കരിക്കുന്നതിനും അവർക്ക് വിശ്രമിക്കുന്നതിനും വേണ്ടി കൊട്ടാര സദൃശ്യമായി നിർമ്മിച്ച ഒന്നാണ് കനകക്കുന്ന് കൊട്ടാരം. ഇന്ന് ഒരുപാട് സാംസ്കാരിക വേദികളായി പ്രവർത്തിക്കുന്നു. ഈ തൊട്ടടുത്ത് നടന്ന ട്രിവാൻഡ്രം കാർണിവൽ ഇവിടെ വെച്ചാണ് സംഘടിപ്പിച്ചത്. വർഷത്തിൽ നടക്കുന്ന നൃത്തോത്സവമൊക്കെ ഇവിടെ വെച്ച്. ചേട്ടൻ നേരത്തെ റൈഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. തിരുവനന്തപുരം ഇത്ര മനോഹരമാണെന്ന് ഈ ഡബിൾ ഡക്കറിന്റെ മുകളിലിരിക്കുമ്പോഴൊക്കെ മനസ്സിലാവുന്നത് അല്ലേ?
വലതുവശത്തായി കാണുന്നതാണ് രക്തസാക്ഷി മണ്ഡപം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് വീരമൃത്യു വരിച്ചവരുടെ പാവന സ്മരണയ്ക്കായി നിർമ്മിച്ച ഒന്നാണ് രക്തസാക്ഷി മണ്ഡപം. ദേശം 8 മണിയോടുകൂടി യാത്ര അവസാനിപ്പിച്ച് ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് എത്തി. രാത്രിയിലെ ലഘുഭക്ഷണം ഞങ്ങൾ അവിടെ നിന്നും കഴിച്ച് മധുരിതമായ ഓർമ്മകളുടെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു.